ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മേരീസ് കിച്ചൻ ഡയറി. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു ഈവനിങ് സ്നാക്കാണ്. നോൺ വെജ് ഐറ്റമായ ഫ്രൈഡ് ബീഫ് ബോൾസ്. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. ഇതാ ഇവിടെ കുറച്ച് ബീഫും ഉരുളക്കിഴങ്ങും ബ്രെഡ് ക്രംസും ആണ് എടുത്തു വെച്ചിരിക്കുന്നത്. ബീഫ് ഉപ്പും മഞ്ഞളും മുളകും ചേർത്ത് വേവിച്ചതിന് ശേഷം അത് മിക്സിയിലിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് എടുത്തിരിക്കുന്നതാണ്. ഇത് 2 ഇടത്തരം ഉരുളക്കിഴങ്ങ് പുഴുങ്ങി വെച്ചിരിക്കുന്നതാണ്. പിന്നെ കുറച്ച് ബ്രെഡ് ക്രംസ് കൂടി എടുക്കണം. ഇനി മറ്റ് ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് നോക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് 2 മുട്ട, 2 സവാള, ചെറിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, 7-8 അല്ലി വെളുത്തുള്ളി. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യമായ പൊടികൾ എന്തെല്ലാമെന്ന് നോക്കാം. ഉപ്പ്, കാശ്മീർ ചില്ലി പൗഡർ, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, കുരുമുളക് പൊടി. ഉരുളക്കിഴങ്ങ് ഉടച്ചു വെച്ചിട്ടുണ്ട്. കുറച്ച് മല്ലിയില അരിഞ്ഞെടുത്തിട്ടുണ്ട്. മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് മല്ലിയില ഒഴിവാക്കാവുന്നതാണ്. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ പാൻ വയ്ക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ആഡ് ചെയ്യാം. ഓയിൽ ചൂടായി വരുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇതിലേക്ക് ചേർക്കാം. സവാള ചെറിയ ചെറിയ കഷ്ണങ്ങളായാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. വലിയ കഷ്ണങ്ങളായി അരിയരുത്. സവാള ചൂടായി വരുമ്പോൾ ഇതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. സവാള ബ്രൗൺ ഷെയ്ഡ് ആവുന്ന വരെ വഴറ്റിയെടുക്കണ്ട. ഒന്ന് വാടി കഴിയുമ്പോൾ നമുക്ക് പൊടികൾ ആഡ് ചെയ്യാവുന്നതാണ്. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. 1 ടേബിൾ സ്പൂൺ കാശ്മീർ ചില്ലി പൗഡർ, 1 ടേബിൾ സ്പൂൺ മസാലപ്പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. പൊടികളുടെ പച്ചമണം മാറുമ്പോൾ നമുക്ക് ഉരുളക്കിഴങ്ങ് ആഡ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അടുത്തതായി ആഡ് ചെയ്യേണ്ടത് നമ്മൾ ഗ്രൈൻഡ് ചെയ്തെടുത്തിരിക്കുന്ന ബീഫാണ്. അത് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇനി ഇളക്കിയെടുക്കാം. ലാസ്റ്റ് നമുക്ക് ബ്രെഡ് ക്രംസ് കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ വെള്ളം ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഉരുളക്കിഴങ്ങിൻ്റെ ആ ഒരു നനവിൽ തന്നെ ഇതെല്ലാം ഒന്ന് ഇളക്കിയെടുക്കേണ്ടതാണ്. നന്നായി ഒന്ന് ഇനി മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ മീറ്റ് മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് ഒരു ബോൾ ഷേപ്പിൽ ഇത് റെഡിയാക്കി എടുക്കാം. ബോൾ ഷേപ്പ് തന്നെ വേണമെന്നില്ല കേട്ടോ. അവരവരുടെ താല്പര്യം അനുസരിച്ച് ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്കത് തയ്യാറാക്കാവുന്നതാണ്.
പല ഷേപ്പിലായിട്ട് നമ്മൾ മീറ്റിൻ്റെ മിക്സ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത് തന്നെ ബ്രെഡ് ക്രംസും മുട്ടയും എടുത്തു വയ്ക്കാം. ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് നമുക്കിനി ഫ്ലെയിമിൽ പാൻ വയ്ക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ വെളിച്ചെണ്ണ തന്നെയാണ് എടുത്തിരിക്കുന്നത്. എന്ത് തരം ഓയിൽ ആഡ് ചെയ്താലും കുഴപ്പമില്ല. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഓരോ ബോളും എടുത്ത് മുട്ടയിൽ മുക്കിയതിന് ശേഷം നമുക്ക് ബ്രെഡ് ക്രംസിൻ്റെ കോട്ട് ചെയ്തെടുക്കാം. അത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതേ രീതിയിൽ മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുത്ത് ചെയ്തെടുക്കാം എല്ലാം. ഒരു സൈഡ് മൊരിഞ്ഞു വരുമ്പോൾ നമുക്ക് മറിച്ചിടാം. രണ്ട് സൈഡും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. നല്ല ക്രിസ്പി ഫ്രൈഡ് ബീഫ് ബോൾസ് റെഡി ആയിട്ടുണ്ട്. ചിക്കൻ വെച്ചോ ബീഫ് വെച്ചോ ഏതുതരം മീറ്റ് വെച്ചാലും നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. ഇനി മീറ്റൊന്നും ഇല്ലെങ്കിൽ പോലും ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചായാലും ഇതേ രീതിയിൽ റെഡിയാക്കി എടുക്കാം. അപ്പോൾ തീർച്ചയായും ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. കുട്ടികൾക്കൊക്കെ ഇതേപോലെ ടൊമാറ്റോ കച്ചപ്പിൻ്റെ കൂടെ കഴിക്കാവുന്ന ഒരു നല്ലൊരു ഈവനിങ് സ്നാക്കാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.